നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന വെളുത്തുള്ളിയുടെ പ്രധാന ഗുണങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. ഇത് ഞരമ്പുകൾക്ക് ബലം കൂട്ടാനും കൈകാൽ തരിപ്പിന് പ്രശ്നങ്ങളുള്ളവർക്ക് ഇവ അകറ്റാൻ ഏറ്റവും ഗുണകരമായിട്ട് പുറമേ പുരട്ടേണ്ട രീതിയും ഉള്ളിൽ കഴിക്കേണ്ട രീതിയും പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൃമിശല്യം, അമിതമായിട്ട് ചുമ പ്രശ്നങ്ങളുള്ളവർക്ക് ഒക്കെ എങ്ങനെയാണ് വെളുത്തുള്ളി ഉള്ളിൽ കഴിക്കേണ്ടതെന്നുള്ളതും ഒരു ദിവസത്തിൽ എത്ര അല്ലിയാണ് നമ്മൾ കഴിക്കേണ്ടത്, അതുപോലെ കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെളുത്തുള്ളിയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് അലിയം സാറ്റിവം എന്നാണ്. ഇതിനെ സംസ്കൃതത്തിൽ ഉഗ്രഗ്രന്ഥി, ലശൂന, അതുപോലെ രസോന തുടങ്ങിയിട്ടുള്ള പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. വെളുത്തുള്ളി നമ്മൾ നിത്യം കഴിക്കാൻ പറയുന്ന സമയത്ത് പലർക്കും ഉള്ളൊരു ചിന്തയായിരിക്കും ഇത് നമ്മൾ കറികളിൽ ചേർത്തിട്ട് കഴിക്കുന്നതാണല്ലോ എന്നുള്ളത്. എന്നാൽ ഈ വെളുത്തുള്ളിയിൽ ഒരു പ്രധാന കോമ്പൗണ്ട് ഉണ്ട്, അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്. ഇത് ആക്ടിവേറ്റ് ആവുന്നതെന്ന് പറയുന്നത് നമുക്ക് റോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള വെളുത്തുള്ളി നമ്മളൊന്ന് ചതച്ച് ഒരു 5 മിനിറ്റ് സമയം നമ്മൾ വിട്ടതിന് ശേഷമാണ് ഇത് ആക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ആ രീതിയിൽ അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള രീതിയിൽ കഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ എഫക്റ്റ് നൽകുന്നത്. ഇത് വേവിച്ചിട്ടോ അച്ചാർ വെച്ചിട്ടോ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അലിസിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അതിന് അളവ് കുറവായിട്ടാണ് വരുന്നത്. എന്നാൽ പലപ്പോഴും അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ പൊള്ളലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പലപ്പോഴും അത് നമുക്ക് ടേസ്റ്റ് പരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിൽ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം നമ്മളിത് തേനിൽ ചേർത്തിട്ട് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള തേനിൽ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൃമിശല്യം, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഇവ നമ്മൾ നിത്യം കഴിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. എന്നാൽ പലപ്പോഴും അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ അൾസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ഇങ്ങനെ കഴിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അത് ഭക്ഷണത്തിന് ശേഷം 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ശേഷം നമുക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് വെളുത്തുള്ളി കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഏകദേശം 3 അല്ലി വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ പാലിൽ തിളപ്പിച്ചിട്ടുള്ള രീതി, ലശൂന ക്ഷീരപാക എന്നാണ് ഇതിനെ ആയുർവേദത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് 3 അല്ലി വെളുത്തുള്ളി ചതച്ചതെടുക്കുക, എന്നിട്ട് ഇതിനകത്തേക്ക് 1/2 തൊട്ട് 1/4 ഗ്ലാസ് അളവായിട്ടുള്ള പാല് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് നേരെ ഇരട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പാലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് ഈ ചതച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച് പാലളവായിട്ടുള്ള രീതിയിൽ ഇത് കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. അര ഗ്ലാസ് അളവായിട്ട് തന്നെ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇത് വാങ്ങി വെച്ച് അരിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം രാത്രിയിൽ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൈകാൽ തരിപ്പ്, ഞരമ്പിന് ബലം കൂട്ടണം അല്ലെങ്കിൽ എല്ലുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിൽ നമ്മൾ പാലിനൊപ്പം കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും പാലിൻ്റെ കൂടെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തേനിൽ ചേർത്തിട്ട് കഴിക്കുന്നതും ഉത്തമമായിട്ടുള്ളൊരു രീതിയാണ്. ഇനി ഞരമ്പുകൾക്ക് ബലം കൂട്ടാൻ നമ്മൾ പുറമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയും കൂടിയിട്ടുണ്ട്. അതായത് വെളുത്തുള്ളിയുടെ എണ്ണ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പുറമേ വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നതിലൂടെ ഈ ഭാഗത്തെ വേദനകൾ ഇല്ലാതാക്കാൻ ഏറെ ഗുണകരമാണ്. ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് 4 തൊലിയോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് ഇത് നമ്മൾ കടുകെണ്ണയിലോ അല്ലെങ്കിൽ എള്ളെണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് ഇതൊരു ഇരുമ്പ് ചട്ടിയിൽ ചൂടാക്കുക. എന്നിട്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു വെളുത്തുള്ളി ചതച്ചതിടുക. ഇതിനകത്തേക്ക് ഏകദേശം 1/4 സ്പൂൺ അളവായിട്ടുള്ള അയമോദകം ചേർക്കുക. 1/4 സ്പൂൺ അളവായിട്ടുള്ള തന്നെ ചുക്കുപൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ചൂടായിട്ട് വരിക. വെളുത്തുള്ളിയുടെ നിറം മാറുന്ന സമയത്തേക്ക് ഈ ഒരു എണ്ണ നമുക്ക് ഓഫ് ചെയ്തിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് വേദനയുള്ള ഭാഗത്തൊക്കെ തന്നെ പുരട്ടി കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് എണ്ണ തേക്കാൻ കഴിയുന്നത് ആസ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രാത്രിയിൽ കഫക്കെട്ട് അമിതമായിട്ട് വരിക, ചുമ കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നവർക്ക് വെളുത്തുള്ളി ചതച്ച് പിഴിഞ്ഞിട്ടുള്ള നീരിനകത്തേക്ക് അതിന് സമമായിട്ടുള്ള രീതിയിൽ കടുകെണ്ണ ചേർത്തിട്ട് ചെറുതായി ചൂടാക്കിയിട്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തും അതുപോലെ പുറം ഭാഗത്തും ഒക്കെ തന്നെ നന്നായിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും അവരുടെ ഈ ഒരു കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ നമുക്കൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഉദര സംബന്ധമായിട്ടുള്ള പ്രധാന പ്രശ്നമാണ് കൃമിശല്യം എന്നുള്ളത്. ഇത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വരുന്നൊരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഇതിന് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് 1/2 സ്പൂൺ അളവായിട്ടുള്ള വെളുത്തുള്ളിയുടെ നീര്, അതിനകത്തേക്ക് 1/2 സ്പൂൺ അളവായിട്ടുള്ള തേന് ചേർക്കുക. ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും.
സഹായിക്കുന്നതാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കുറച്ചെടുക്കേണ്ടതാണ്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി ചുട്ടെടുത്തിട്ടുള്ള രീതിയിൽ അവർക്കുള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് പ്രതിരോധ ശക്തി കൂടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ എപ്പോഴും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷം അല്ല പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടുന്നവരാണെന്നുണ്ടെങ്കിലും ക്യാൻസറസ് കണ്ടീഷൻസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ബ്ലോക്ക്, സ്ട്രോക്ക് കണ്ടീഷൻസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ 2 വെളുത്തുള്ളി ചതച്ചിട്ടുള്ള രീതിയിലുള്ള വെളുത്തുള്ളിയാണ്. ഇതിൽ ഒരു 1/4 സ്പൂൺ അളവിൽ താഴെയായിട്ടുള്ള ചെറുതേൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തേൻ ചേർക്കുക. എന്നിട്ട് ഇത് നമ്മൾ കഴിക്കുക. അതായത് നമ്മൾ രാവിലെ ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഗുണകരമാണ്. എന്നാൽ എല്ലാവർക്കും അത് പിടിക്കണം എന്നില്ല. കാരണം അസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി നിങ്ങൾക്ക് വയർ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ദഹന ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണ്, അതുപോലെ ഭക്ഷണം കഴിക്കാൻ രുചിയില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്, ദഹിക്കുന്നില്ല ശരിയായ രീതിയിൽ ഭക്ഷണം എന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളി നെയ്യിലൊന്ന് വാട്ടിയതിന് ശേഷം കഴിക്കുന്ന ചോറിൽ ചൂടോടുകൂടി ചേർത്തിട്ട് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതും ഈ ഒരു രീതി നല്ലതാണ്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് വെളുത്തുള്ളി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. എന്നാൽ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില കണ്ടീഷൻസുകളിൽ വെളുത്തുള്ളി കഴിക്കാൻ പാടുള്ളതല്ല. ഇത് അസിഡിറ്റി അമിതമായിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ അൾസർ കണ്ടീഷൻ ഉള്ളവരൊക്കെ തന്നെ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി സർജറിക്ക് 2 ആഴ്ച മാത്രമേ സമയമുള്ളൂ, അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് ഉടനെ സർജറി കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ബ്ലഡ് തിന്നിങ്ങിൻ്റെ മെഡിസിൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ മാത്രമാണ് വെളുത്തുള്ളി എടുക്കേണ്ടത്. ഇവർ വെളുത്തുള്ളി അച്ചാറായിട്ടുള്ള രീതിയിലും ഒന്നും തന്നെ കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വെളുത്തുള്ളി കഴിക്കേണ്ടത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വെളുത്തുള്ളി കൊടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ചൂട് അമിതമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് ഒഴിവാക്കുകയും അതുപോലെ വെളുത്തുള്ളി സെപ്പറേറ്റ് ആയുള്ള രീതിയിൽ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.